ഈ വേദി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ വികാരപരമായിട്ടുള്ള രംഗങ്ങൾക്ക് ഞാൻ സാക്ഷിയായിരുന്നു. 1973 ഞാൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് ചെയർമാനായിരിക്കുമ്പോൾ SFIയുടെ 3ാം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ പോയത്. അന്നാണ് ഞാൻ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2ാം സംസ്ഥാന സമ്മേളനം ഒറ്റപ്പാലത്തായില്ല, കോട്ടയത്തായിരുന്നു. 1ാം സംസ്ഥാന സമ്മേളനം ഇവിടെ മോയനൂർ സ്കൂളായിരുന്നു. അപ്പോൾ 2ാം സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരേണ്ടതായിരുന്നു. ഇപ്പോൾ ചില കാരണങ്ങളാൽ എൻ്റെ ചില സ്വഭാവങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഭാഗമായി വന്നില്ല. 3ാമത്തേതിലാണ് ഞാൻ ചെയർമാനായിട്ട് ചേരുന്നത്. പിന്നെ ഞാനൊരു അനിവാര്യമായ ആളായി. അങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരുന്നത്. അതൊരു വല്ലാത്ത സമ്മേളനമായിരുന്നു. സഖാവ് EMS തന്നെ പാർട്ടി മെമ്പർമാരെ വിളിച്ച് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതായി വന്നു. അത്രയും ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നു. പിന്നീടുള്ള വേദി എന്ന് പറയുന്നത് 1975 നമ്മുടെ 15ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അന്നാണ് ലോകം അറിയുന്നത് പാർട്ടിക്കുള്ളിൽ തിരഞ്ഞെടുപ്പുണ്ട് എന്നുള്ളത്. അതിൽ ഞാനൊരു കക്ഷിയായിരുന്നു. ഒരു വോട്ടിനാണ് ഞാനന്ന് തോറ്റത്, കൊല്ലത്ത് വെച്ചിട്ട്. അതും അന്നത്തെ ഒരു വലിയ വാർത്തയായിരുന്നു. ഒരു വോട്ടിനാണ് ഞാൻ തോറ്റത് എന്നുള്ളതിന് വേറെ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീടുള്ളൊരു പ്രശ്നം, ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി അന്ന് MP ആണ്. 82 അവിടെ പുനലൂരിൽ വെച്ച് ഒരു സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു. അന്നാണ് സഖാവ് സീതാറാം യെച്ചൂരി ആദ്യമായി SFIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ വരുന്നത്. അന്ന് ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ പാർട്ടി സമ്മതിച്ചില്ല. സഖാവ് NS ആയിരുന്നു ചാർജ്. സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വീണ്ടും അവിടെ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോഴുള്ള ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വരെ എനിക്കൊരു ബാലമനസ്സുണ്ട്. ഗൗരവമില്ലാത്തത് കൊണ്ടല്ല, അനാവശ്യമായിട്ടുള്ള ഗൗരവം ഞാൻ കേട്ടാറില്ല. ഗൗരവമുള്ള പ്രശ്നങ്ങൾ തന്നെ അനായാസമായി സരസമായിട്ടാണ് ഞാൻ നേരിടാറുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു ബാലമനസ്സ്, ഒരു ബ്രണ്ണൻ കോളേജ് മനസ്സ് എനിക്കുണ്ട്. അതങ്ങ് പോയി ഒരു വൃദ്ധ മനസ്സായി മാറി എന്നുള്ളതാണ്. അല്ലല്ല പ്രായപരിധി പ്രശ്നം ഞാൻ 70 ആക്കണം എന്നുള്ള അഭിപ്രായം. കാരണം ഞാൻ നിങ്ങളോട് സമ്മേളനം തുടങ്ങുന്നതിനേക്കാളും മുമ്പേ പറഞ്ഞല്ലോ. കാരണം പുതിയ പുതിയ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ നൽകാൻ ഒരു 70 വയസ്സാണ് നന്നാവുക. അതേ സമയത്ത് ഭൗതികമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, സംഘടനാപരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. ചിലത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പ്രകാശ് ആയാലും സീതാറാം യെച്ചൂരി ആയാലും അതുപോലെ തന്നെ അന്തരിച്ചു പോയ സഖാവ് EMS ആയാലും അവരൊന്നും ഭൗതിക തലത്തിൽ നടക്കിയ സംഭാവനയൊന്നും നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ അതിനോട് താതാൽപ്യം പ്രാപിക്കത്തക്ക രൂപത്തിൽ അത്രയും ഇല്ലെങ്കിലും മോശമല്ലാത്ത പ്രകടനം നടത്തുന്ന കുറേ ആൾക്കാർ നേതൃതലത്തിലുണ്ട്. അവരങ്ങ് പോയാൽ ഭൗതിക തലത്തിൽ പ്രത്യയശാസ്ത്ര മേഖലയിൽ, തുടർന്ന് രാഷ്ട്രീയ മേഖലയിൽ, സംഘടനാ തലത്തിൽ ഇത് പ്രതിഫലിക്കും. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജിനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ടായത്, ഒഴിഞ്ഞു പോകുന്ന ഒരു ക്രീമിൽ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെയെങ്കിലും ഞാൻ അതിന് കൊടുത്തപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ആൾക്കാരെ ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ പിണറായിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. അതൊരു ഔദാര്യത്തിൻ്റെ പ്രശ്നമാക്കണ്ട, ഭരണഘടനാപരമായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇടപെടൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പുതിയ അവസരങ്ങൾ പുതിയ ആൾക്കാർക്ക് വരണം. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് പോയാലും, ഞാനിപ്പോൾ CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ദീർഘകാലം ഇവിടെ CITUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഒന്നും ആ പ്രവർത്തന മേഖലയില്ലാത്തൊരു പ്രശ്നം വരില്ല. കാരണം എങ്ങനെയെങ്കിലും പ്രവർത്തന മേഖലയുണ്ട്. പാർട്ടി തലത്തിലുള്ള ഔപചാരിക പദവി അതെപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അതില്ല എന്നുള്ളത് കൊണ്ട് പ്രവർത്തന മേഖല ചുരുങ്ങുന്നില്ല. ജനങ്ങളുമായി നേരിട്ട് ഇടപെടാനുള്ള വഴികൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവിൽ സൂചിപ്പിക്കുന്നത്.